1.5 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്, 1.4 ട്രില്യൺ അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ്. ഞാനാണ് കൊച്ചിയിൽ ഇതിന്റെ ഹെഡ് ഓഫീസിലെ കാര്യങ്ങളെല്ലാം നോക്കും. എന്റെ ഫാദർ എം ജോർജ്, രണ്ട് ബ്രദേഴ്സും കൂടി അത് 1960 ഗോൾഡ് ലോൺ ആയിട്ട് തുടങ്ങി. നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഗോൾഡിന് അഗേൻസ്റ്റ് ലോൺ എടുക്കുന്ന ഒരു സിസ്റ്റം വളരെ കുറവാണ്. പക്ഷേ മുത്തൂറ്റ് ഫൈനാൻസ് അതിവേഗം ഇതൊരു ഓർഗനൈസ്ഡ് മാർക്കറ്റാണ്. 8 or 10 ഡക്കോയിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നിൻ്റെ അകത്ത് ഒരു 20-25 crores ലോസ് വന്നിട്ട് ഞങ്ങൾ ഓരോ വർഷവും 1000 ബ്രാഞ്ച് വെച്ചാൽ തുടങ്ങി. അപ്പം ഞങ്ങൾക്കതൊരു പുത്തരിയല്ല. 130 ബ്രാഞ്ച് തുറന്ന് ലെഫ്റ്റ് ഹാൻഡ്. സോ ടുഡേ ഞങ്ങളുടെ ബ്രാഞ്ചിൽ 1 lakh കസ്റ്റമേഴ്സ് ലോൺ എടുക്കാൻ വരും, 1 lakh കസ്റ്റമേഴ്സ് ലോൺ തിരിച്ചടയ്ക്കാൻ വരും. ഗ്രോ മലയാളത്തിന്റെ ബിസിനസ് ടോക്കീസ് പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. I'm your host Dr. Shruti and I speak to business leaders across Kerala to learn how they have started and they are running their business empires. ഇന്ന് ഗ്രോ മലയാളത്തിൽ നമ്മുടെ വിശിഷ്ട അതിഥിയായി വന്നിരിക്കുന്നത് is a man who has put Kerala on the map. He's a man who has made so many remarkable milestones that he's met, and it is my honor and privilege to introduce to you. He is none other than Managing Director, Muthoot Finance Group, Mr. George Alexander Muthoot. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോഴേക്കും ഒരുപാട് റീസർച്ച് വാസ് ഡൺ, ഒത്തിരി ഇൻഫർമേഷൻ വാസ് ഗിവൻ ടു മീ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു തുടക്കത്തിൽ കണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് കോട്ട് മൈ അറ്റൻഷൻ. അപ്പോൾ ഐ വോണ്ട് ടു സ്റ്റാർട്ട് ഓഫ് വിത്ത് ദാറ്റ് നമ്പർ. ഓക്കെ, സോ ഇന്ന് മുത്തൂറ്റ് ഫൈനാൻസ് ഗ്രൂപ്പിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 1.5 ട്രില്യൺ ആണ്. യു ഹാവ് 7,524 ബ്രാഞ്ചസ്. അതിൽ 133 ബ്രാഞ്ചസ് തുടങ്ങിയിരിക്കുന്നത് ഈ ഒരു കഴിഞ്ഞ വർഷത്തിലാണ്. 1.47 lakh assets under management, 4,391 crore standalone profit and 209 tons of gold pledge. ഇത്രയും വലിയൊരു എംപയറിന്റെ ഒരു ലീഡർ ആയിട്ട് ഇരിക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ ടുഡേ? കറക്റ്റ്. വലിയൊരു എംപയർ, വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഫൈൻ. ഇത് ഞാൻ മാത്രമല്ല, മുത്തൂറ്റ് ഫൈനാൻസിൻ്റെ, മുത്തൂറ്റ് എം ജോർജ് ഗ്രൂപ്പിൻ്റെ ഞാൻ യങ്ങസ്റ്റ് ബ്രദറാണ്. എൻ്റെ മൂത്ത 3 സഹോദരന്മാരുണ്ട്. അവർ ആണ് ഇതിൻ്റെ ചെയർമാനും മറ്റ് മാനേജിങ് ഡയറക്ടേഴ്സ്. ബട്ട് ഞാനാണ് ഇവിടെ ഇതിൻ്റെ ഹെഡ് ഓഫീസ്, കൊച്ചിയിൽ ഇതിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പറഞ്ഞ ഫിഗേഴ്സ് എല്ലാം കറക്റ്റാണ്. 1.5 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്, 1.4 ട്രില്യൺ അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റ്, ബ്രാഞ്ചസ് എല്ലാം കറക്റ്റ്. ഓഫ് കോഴ്സ് ഈ ഗോൾഡ് ടണ്ണേജ് മാത്രം 209 ടൺസ് ഗോൾഡ് ഉണ്ടെന്ന് പറയുന്നത് അത് ഞങ്ങളുടെ അല്ല, അത് കസ്റ്റമേഴ്സിൻ്റെയാണ്. വി ആർ ജസ്റ്റ് ട്രസ്റ്റീസ് ഫോർ ദം. വി ആർ ജസ്റ്റ് സ്റ്റോറിങ് ഇറ്റ് ഓൺ ദെയർ ബിഹാഫ്. ഇറ്റ് ഡസൻറ്റ് ബിലോങ് ടു us, ബട്ട് ദ ലോൺ വിച്ച് യു ഹവ് ഗിവൺ ഈസ് സെക്യൂർഡ് ഓൺ ദീസ് ഗോൾഡ് അസറ്റ്സ്. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ സോ ദെൻ ഐ വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും നമ്മൾ ബിസിനസ് ലീഡേഴ്സിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ ഒരു ജേർണിയെ കുറിച്ച് സംസാരിക്കാനും അതിനെക്കുറിച്ച് കേൾക്കാനും എനിക്ക് വലിയ ആഗ്രഹമാണ്. ആൻഡ് ഓഫ് കോഴ്സ് അവർ ഓഡിയൻസ് ഓൾസോ ലവ് ടു ഹിയർ അബൌട്ട് ദിസ്. അപ്പോൾ ഒരു കേരളത്തിൻ്റെ ഒരു കോർണറിൽ ഒരു ചെറിയൊരു ഗോൾഡ് ലോൺ കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന്, അതായത് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഇൻഡിപെൻഡൻസ് എറ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് ഇതുവരെയുള്ള ഒരു യാത്രയൊന്ന് വിശദീകരിക്കാമോ? മുത്തൂറ്റ് ഗ്രൂപ്പ് ബിസിനസ് ഗ്രൂപ്പ് തന്നെയായിരുന്നു. പല ബിസിനസ് തുടങ്ങി. ആദ്യത്തെ ബിസിനസ്സൊക്കെ ഞങ്ങൾ റീറ്റെയിൽ ബിസിനസ്സും നോൺ ഫൈനാൻസ് ബിസിനസ്സും. ഫൈനാൻസ് ബിസിനസ് തുടങ്ങിയത് 1939 1939 ഇത് കോഴഞ്ചേരി എന്ന ചെറിയൊരു ഗ്രാമം, ചെറിയൊരു ടൗൺ, അവിടെയാണ് തുടങ്ങിയത്. അത് തുടങ്ങുമ്പം എൻ്റെ ഫാദർ എം ജോർജിൻ്റെ 2 ബ്രദേഴ്സും കൂടിയാണ് തുടങ്ങിയത്. എം ജോർജ്, എം മാത്യു തോമസ്. അങ്ങനെയാണ് 1939 ഇതിൻ്റെ ഫൈനാൻസ് ബിസിനസ് തുടങ്ങിയത്. ഇത് 1979 വരെ ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. എം ജോർജ് ആൻഡ് ബ്രദേഴ്സ് എന്ന കമ്പനിയായിരുന്നു വർക്ക് ചെയ്തത്. 79 നെക്സ്റ്റ് ജനറേഷൻ കുട്ടികളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഇത് ഞങ്ങൾ മൂന്നാക്കി. എം ജോർജ് ഗ്രൂപ്പിൻ്റെ ഇതിൻ്റെ ഞങ്ങൾ മുത്തൂറ്റ് ഫൈനാൻസ് എന്ന് പേരിട്ടു. എം മാത്യു അവരുടെ മുത്തൂറ്റ് മിനി ഫൈനാൻസ് എന്ന് പേര് വന്നു. മാത്യു എം തോമസ് പാപ്പച്ചൻ അവരുടേത് മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പ്. അങ്ങനെ 3 ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോകും. ഫാമിലി ഇപ്പോഴും വളരെ യോജിപ്പിൽ തന്നെയാണ്, ബട്ട് ബിസിനസ് സെപ്പറേറ്റ് ആണ്. 79 ഞങ്ങൾ സെപ്പറേറ്റ് ആവുന്ന മുതലാണ്
ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയ അതിനു മുമ്പ് എല്ലാ ബ്രാഞ്ചും കോഴഞ്ചേരിയിൽ മാത്രമായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് ഇതൊക്കെ കേരളത്തിൽ ബ്രാഞ്ച് തുടങ്ങി, സൗത്ത് ഇന്ത്യയിൽ തുടങ്ങി, പിന്നെ നോർത്ത് ഇന്ത്യയിൽ തുടങ്ങി. അങ്ങനെയാണ് ഇത്. ഗോൾഡ് ലോൺ ബിസിനസ്സും ഞങ്ങൾ അതേസമയം 1960 ഗോൾഡ് ലോണായിട്ട് തുടങ്ങിയത്. ഗോൾഡ് ലോൺ ബിസിനസ് ചെറിയ രീതിയിൽ ചെയ്തു. ഗോൾഡ് ലോണിൻ്റെ ഒരു ചെറിയ അഡ്വാൻറ്റേജ് ടു ദ കസ്റ്റമർ, അവർക്കത് സ്വർണം അല്ലെ ഒരു ഓർണമെൻറ്റ്സാണ് എടുക്കുന്നത്. ഞങ്ങൾ ഗോൾഡ് കോയിൻസോ ഒന്നും എടുക്കത്തില്ല, ഓൺലി ഓർണമെൻറ്റ്സ്, ഹൗസ് ഹോൾഡ് യൂസ്ഡ് ഓർണമെൻറ്റ്സ് അത് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ അത് വീട്ടിലെ സ്വർണം അതൊന്ന് മോണിറ്റൈസ് ചെയ്ത്, ഇന്നത്തെ വാക്കിൽ അത് മോണിറ്റൈസ് ചെയ്യാന്ന് പറയാം, അത് മോണിറ്റൈസ് ചെയ്ത് വിൽക്കാതെ അതിൽ നിന്നും ഒരു പണം കടം മേടിച്ച് അത് ബിസിനസ്സിലോ മറ്റാവശ്യത്തിലോ ഉപയോഗിച്ച് അവർ പ്രോസ്പർ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഇതിന് താല്പര്യപ്പെടുന്നു, അവർ കൊടുക്കുന്നു. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി ട്രസ്റ്റാണ്. കാരണം നമ്മളുടെ ഒരു വ്യക്തിയുടെ സേവിങ്സ് അവർ ബാങ്കിലിടും, FD ആയിട്ടോ അല്ലാതെ ചിലർ ഷെയറിലിടും, പലരും അത് ഗോൾഡായിട്ട് ഷെയർ ചെയ്യും. ഈ ഗോൾഡായിട്ട് വെക്കുന്ന സാധനം ഗോൾഡിന് FDക്ക് നമുക്ക് ലോൺ എടുക്കാം, ഷെയറിൻ്റെ അഗെയിൻസ്റ്റ് ലോൺ എടുക്കാം. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഗോൾഡിന് അഗെയിൻസ്റ്റ് ലോൺ എടുക്കുന്ന ഒരു സിസ്റ്റം വളരെ കുറവാണ്. അതുള്ളതൊക്കെ അധികം ഒരു അൺഓർഗനൈസ്ഡ് മാർക്കറ്റാണ്. അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസ്ഡ് റെഗുലേറ്റഡ് മാർക്കറ്റ് അല്ലാത്തടത്താണ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയതാണ് പല ഗോൾഡ് ലോൺ കമ്പനീസ്. പക്ഷേ മുത്തൂറ്റ് ഫൈനാൻസ് അതിവേഗം ഇതൊരു ഓർഗനൈസ്ഡ് മാർക്കറ്റാക്കി, ഒരു റിസർവ് ബാങ്കിൻ്റെ രജിസ്ട്രേഷൻ മേടിച്ച് അങ്ങനെ റിസർവ് ബാങ്കിൽ ഒരു ഓർഗനൈസ്ഡ് NBFC ആയിട്ട് ഞങ്ങൾ മാറി. ഇനീഷ്യലി തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു ട്രേഡിംഗ് ബിസിനസ് ആയിരുന്നു അല്ലേ? അവിടെ നിന്നാണ് പിന്നെ ഗോൾഡ് ലോണിലേക്ക് വന്നത്. ഈ ഗോൾഡ് ലോൺ എന്ന് സ്പെസിഫിക്കലി ആ ഒരു സെക്ടറിലേക്ക് വരാനുണ്ടായ ഒരു ഇൻസ്പിറേഷൻ എന്തായിരിക്കണം? ഞങ്ങൾ ഒരു ട്രയലായിട്ട് ഈ ഗോൾഡ് ലോൺ ബിസിനസ് കോഴഞ്ചേരിയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, എൻ്റെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ ബിസിനസ്സിൽ ഓഫീസിൽ പോകുമായിരുന്നു. അവിടെ കാണാറുണ്ട് കോഴഞ്ചേരിക്കാരല്ല, അവിടുന്ന് 20, 30, 40, 50 കിലോമീറ്റർ ദൂരെ ഉള്ള ആൾക്കാർ വന്ന് നമ്മളുടെ അവിടെ വന്ന് ഗോൾഡ് തരികയും പണം മേടിക്കുകയും ചെയ്യുന്നു. അത് ക്വിക്കായിട്ട് കൊടുക്കുന്ന ഒരു ഗോൾഡ് ലോൺ ആയതുകൊണ്ട് അതിന് നല്ല ആൾക്കാർക്കൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അപ്പം ആൾക്കാരുടെ നീഡ് അനുസരിച്ചാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് മുന്നോട്ട് വെക്കാൻ തുടങ്ങിയത്. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് വേണം. എൻ്റെ ചെറിയ പ്രായത്തിൽ കോഴഞ്ചേരിയിലൊക്കെ ഞങ്ങൾ ടോക്കൺ കൊടുത്താണ് ആളെ കയറ്റുന്നത്. വെച്ചാൽ അതുപോലെ റഷായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ബ്രാഞ്ച് ഔട്ട് ചെയ്യാനൂടെ തീരുമാനിച്ചത്. ഇഫ് യു ആർ ബ്രാഞ്ചിങ് ഔട്ട് ഇറ്റ് വിൽ ബി മോർ കൺവീനിയൻറ്റ് ടു ദ കസ്റ്റമർ കൂടുതൽ ഈ യാത്ര ചെയ്ത് 10, 40, 50, 60 കിലോമീറ്റർ യാത്ര ചെയ്ത് ഗോൾഡ് കോഴഞ്ചേരിയിൽ കൊണ്ട് തരുന്നതിന് പകരം ഞങ്ങളുടെ അവിടെ അടുത്തോട്ട് പോകുന്നു എന്നുള്ളൊരു സിസ്റ്റം ആക്കി. അങ്ങനെ വന്നപ്പം ഒരു ചെറിയ വ്യത്യാസം കൂടെ വന്നു. മനുഷ്യനെ ഇതിനു മുമ്പ് ആശ്രയിച്ചുകൊണ്ടിരുന്നത് അൺറെഗുലേറ്റഡ് ലെൻഡേഴ്സായിരുന്നു. അപ്പോൾ അവിടെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ട്രസ്റ്റ് ഫാക്ടർ ഏറ്റവും പ്രശ്നം. ട്രസ്റ്റ്, നമ്മൾ ഗോൾഡ് അവരെ ഏൽപ്പിക്കണം, അവരത് ഡാമേജ് കൂടാതെ കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കണം. പല സ്ഥലത്തും ഇത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടിരിക്കുന്നത്, അല്ലെ അതർ ദാൻ കേരളയിൽ കണ്ടിരിക്കുന്നത്, ഈ കൊടുക്കുന്ന ഗോൾഡ് കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കാറില്ല. അത് അന്നത്തെ ഒരു മണി ലെൻഡേഴ്സിൻ്റെ ഒരു ഹാബിറ്റാണ്. മേടിക്കുക, ചിലപ്പോൾ തിരിച്ചു കൊടുക്കും, ചിലപ്പോൾ കൊടുക്കത്തില്ല. അപ്പോൾ അത് ലൂസ് ചെയ്യുന്നവർക്ക്. അപ്പം അങ്ങനെ ഒരു ട്രസ്റ്റ് ഫാക്ടറാണ് ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്. ആ ട്രസ്റ്റ് ഫാക്ടർ വന്നപ്പോൾ ട്രസ്റ്റഡ് കമ്പനീസിലാണ് ആൾക്കാർ വരാൻ തുടങ്ങിയത്. അപ്പം മുത്തൂറ്റ് ഫൈനാൻസ് ഞങ്ങൾ ആ ട്രസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മുത്തൂറ്റിന് അൺബ്ലെമിഷ്ഡ് ട്രാക്ക് റെക്കോർഡുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് എപ്പോഴും അവരുടെ സ്വർണം വിശ്വസ്തയായിട്ട് ഏൽപ്പിക്കാവുന്ന ഒരു സ്ഥാപനം നോക്കിയേ ചെയ്യത്തുള്ളൂ. അവിടാണ് ഞങ്ങൾക്ക് അതിനകത്ത് ഒരു പ്രചോദനം വന്നത്, കൂടുതൽ ബ്രാഞ്ച് തുടങ്ങാനും കൂടുതൽ ഈ ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരാനും. ഇനി എനിക്കൊരു ഡൗട്ട്, ഒരു മലയാളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഗോൾഡ് ഒരു കൊമോഡിറ്റി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മലയാളികൾ. അപ്പോൾ ദേ ഡോണ്ട് യൂഷ്വലി ലെറ്റ് ഗോ ഓഫ് ദെയർ ഗോൾഡ് സോ ഈസിലി. എന്നിട്ടും കേരളം ഇതിൻ്റെ ഒരു ഉത്ഭവസ്ഥാനമായിട്ട് എങ്ങനെയാണ് ചൂസ് ചെയ്തത്? നമ്മളുടെ ആൾക്കാർ, പ്രത്യേകിച്ച് റിച്ച് പീപ്പിൾ, അവരുടെ ഗോൾഡ് ഓർണമെൻറ്റ്സ്, വലിയ ഓർണമെൻറ്റ്സ് എടുക്കും. അതിൽ കുറച്ചൊക്കെ ഉപയോഗിക്കും, കുറച്ച് ഉപയോഗിക്കത്തില്ല, കുറച്ച് ലോക്കറിലൊക്കെ വെക്കും. എന്നാൽ ഒരു ഇച്ചിരി താഴെയുള്ള ആൾക്കാർ, അവർക്ക് എപ്പോഴേലും ആ ഫാമിലിക്ക് ഒരു ബോണസ് കിട്ടുമോ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഒരു
ഒരു കച്ചവടത്തിലോ എവിടെയെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം കിട്ടിയാൽ അവരുടെ സേവിങ്സ് പോകുന്നത് ഗോൾഡ് ഓർണമെൻറ്റ്സാണ്. പ്രത്യേകിച്ച് പാവങ്ങളുടെ ഇടയിൽ അവരുടെ ഒരു ഇൻഷുറൻസ് ആണ് ഗോൾഡ് ഓർണമെൻറ്റ്സ്. ആ ഇൻഷുറൻസ് പറയുന്നത് ഗോൾഡ് ഓർണമെൻറ്റ്സ് മേടിക്കുക, അത് വൈഫിന് കൊടുക്കുക, അവരത് വെക്കും. അങ്ങനെ ഇരിക്കുമ്പം അത്യാവശ്യം വരുമ്പോൾ അവരുടെ വൈഫിൻ്റെ നിന്ന് ചോദിച്ച് മേടിച്ച് നമ്മുടെ അവിടെ കൊണ്ടുപോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് ലോൺ എടുക്കുന്ന സിസ്റ്റം. അപ്പോൾ ഇത് മലയാളികളുടെ ഒരു സ്വഭാവ രീതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരളത്തിൽ തുടങ്ങാൻ സാധിച്ചത്. ഓക്കെ, കേരളത്തിൽ തുടങ്ങിയത് മലയാളികളുടെ കയ്യിലും നമ്മളുടെ ആൾക്കാരുടെ കയ്യിലും എപ്പോഴും ഗോൾഡ് എപ്പോഴും ഉണ്ട്, നമ്മൾ കാണാറുമുണ്ട്. ഒത്തിരി വളരെയധികം സ്വർണ്ണ കടകളും കേരളത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ സ്വർണ്ണ കടകളുള്ളപ്പോൾ സ്വർണം മേടിക്കണം. സ്വർണം മേടിക്കുന്ന ഒന്നി വീട്ടിൽ കാണും. സ്വർണത്തിനൊരു ഗുണമുണ്ട്, അത് ഡിസ്ട്രോയ് ചെയ്ത് പോകത്തില്ല. കറക്റ്റ്. അത് ഇന്ന് മേടിക്കുന്ന സ്വർണം എന്ത് വലിയൊരു ഫോർമുല, അത് ജീവിതകാലം മുഴുവനും ലോകാന്ത്യം വരെയും ആ ഗോൾഡ് അവിടെ കാണും. അതെ. അപ്പം മനുഷ്യനത് കേരളത്തിലുള്ള ആൾക്കാരുടെ ഗോൾഡ് ആവശ്യം പോലെ ഉണ്ടായിരുന്നു. ഇനി എനിക്ക് കുറച്ച് ടെക്നിക്കൽ സൈഡിലോട്ട് ചോദ്യം ചോദിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഗോൾഡ് ലോൺ കമ്പനി എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു കസ്റ്റമർ വരുന്നു, അവർ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യുന്നു, ദ കമ്പനി കസ്റ്റമറിന് അതിന് ക്യാഷ് കൊടുക്കുന്നു. ഇതിൽ കമ്പനി എങ്ങനെയാണ് പ്രോഫിറ്റ് ചെയ്യുന്നത്? വെയർ ഇസ് യുവർ ഇൻകം കമ്മിങ് ഫ്രം? നമ്മൾ അത് ഏത് ലോൺ കൊടുക്കുന്ന പോലും ഉള്ളൂ. ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ധനകാര്യ സ്ഥാപനം ലോൺ കൊടുക്കുന്നത് ചിലപ്പം കൊളാറ്ററൽ ഇല്ലാതോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോൺ കൊടുക്കും. അവർ ചെയ്യുന്നത് അവരുടെ ഇൻകം വരുന്നത് ഡെപ്പോസിറ്റ് വാങ്ങിച്ചാണ്. അപ്പോൾ അവരുടെ ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കോസ്റ്റ്, ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ്, അവരുടെ ഇൻകം ലോണിൻ്റെ പലിശ, അത് തന്നെയാണ്. അതിനാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നതിന് കിട്ടുന്ന ലോൺ ഇൻട്രസ്റ്റ് അല്ലെ ഈൽഡ്, നമ്മൾ ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നതിൻ്റെ കോസ്റ്റ്, ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് നെറ്റ് ഇൻട്രസ്റ്റ്. അപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻകം, പ്രോഫിറ്റ് അല്ല ഇൻകം എന്ന് പറയുന്നത്, ഈ ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ്, അതിനാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ, NIM എന്ന് പറയും, നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ. സോ നമ്മൾ 8%, 10% മേടിക്കുന്നു, 15, 16, 17 കടം കൊടുക്കുന്നു, അതിൻ്റെ ഡിഫറൻസ് അതാ കമ്പനിയുടെ ഇൻകം. അതിൻ്റെ അകത്തുനിന്ന് എക്സ്പെൻസ് കഴിയുമ്പോൾ ബാക്കിയാണ് പ്രോഫിറ്റ്. ഓക്കെ. ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു 10 ഗ്രാം ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ പുള്ളി ലോൺ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴേക്കും ആ ലോണിൻ്റെ ഒരു വാല്യൂ ബ്രേക്കപ്പ് എങ്ങനെയായിരിക്കും? ആ ലോണിന് 10 ഗ്രാമിൻ്റെ അതെ ഗോൾഡ് കൊണ്ടുവന്ന്, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് സാർ ഇപ്പോൾ പറഞ്ഞത്, അതിനെ ഒന്ന് ജസ്റ്റ് നമുക്ക് കുറച്ചൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതായത് 1 ലക്ഷം രൂപ ലോൺ എടുക്കുന്ന ഒരാൾ, ഓക്കെ, അതിന് കറക്റ്റായിട്ട് വാക്ക് പറഞ്ഞാൽ അതിന് റിട്ടേൺ ഓൺ അസറ്റ്സ് എന്ന് പറയും. ROA, റിട്ടേൺ ഓൺ അസറ്റ്സ്. നമ്മൾ 100 രൂപ കടം കൊടുത്താൽ എത്ര രൂപ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കിട്ടും, അതിൻ്റെ അകത്ത് ചെലവ് കഴിഞ്ഞ് ബാക്കി എന്തോ കിട്ടും, അതിനാണ് റിട്ടേൺ ഓൺ അസറ്റ്സ് എന്ന് പറയുന്നത്. റിട്ടേൺ ഓൺ അസറ്റ്സ് മുത്തൂറ്റ് ഫൈനാൻസിന് ഞങ്ങൾക്ക് 5% കിട്ടും. ഓക്കെ, ഓൾറൈറ്റ്. സോ ഈ പറഞ്ഞ ഒരു ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കൊളാറ്ററൽ ആണ് ഈ കമ്പനി ഹാൻഡിൽ ചെയ്യുന്നത്, ദാറ്റ് ഇസ് ഗോൾഡ്. ഈ ടണ്ണേജ് ഓഫ് ഗോൾഡ് നമ്മൾ തുടക്കത്തിലേ ഇന്ന് പറഞ്ഞു, ഇത്രയും 209 ടൺസ് ഓഫ് ഗോൾഡാണ് ഇപ്പം ബീങ് മാനേജ്ഡ് അണ്ടർ ദ മുത്തൂറ്റ് ഫാമിലി. അപ്പോൾ ഈ ഗോൾഡിനെ നിങ്ങൾ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്? ഹൗ ഡു യു എൻഷുർ സെക്യൂരിറ്റി? ഹൗ ഡു യു എൻഷുർ സേഫ്റ്റി? നമ്മൾ ആദ്യം പറഞ്ഞല്ലോ 7,000+ ബ്രാഞ്ചസ് ഉണ്ട്. എല്ലാ ബ്രാഞ്ചിലും ഒരു സ്ട്രോങ് റൂം ഉണ്ട്, ഒരു RBI സ്പെസിഫൈഡ് സ്ട്രോങ് റൂം. അത് വാൾസ് എല്ലാം കോൺക്രീറ്റ് ആയിരിക്കും. ആ ഡോറ് വളരെ സ്ട്രോങ് ഡോർ, ഒരു നോൺ ഇൻട്രൂഷൻ ചെയ്യുന്ന ഗോൾഡ് ഡോറായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ ബ്രാഞ്ചിലെയും ഗോൾഡ് അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. സോ കസ്റ്റമറുടെ വന്നാൽ 5 മിനിറ്റ്സ് കൊണ്ട് ആ ഗോൾഡ് നോക്കുന്നു, ചെക്ക് ചെയ്യുന്നു, അവിടെ വെക്കുന്നു. അതിന് തിരിച്ചെടുക്കാൻ വരുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ്സ് കൊണ്ട് അത് നമ്മുടെ സ്ട്രോങ് റൂം തുറന്ന് എടുത്തു കൊടുക്കും. അപ്പോൾ എല്ലാ ബ്രാഞ്ചിലും സ്ട്രോങ് റൂം ഉണ്ട്, ഗോൾഡ് അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അല്ലാതെ അവിടെ നിന്ന് അതിനെ മൂവ് ചെയ്യോ വേറൊരു സ്ഥലത്തേക്ക് മാറ്റമൊന്നുമില്ല? മാറ്റാറുള്ള കുഴപ്പം, ഒരാൾ എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞു ഇന്ന് അവിടെ നിൽക്കുക, ഞങ്ങൾ അവിടെ പോയി മറ്റൊരു എടുത്തുകൊണ്ട് വരുന്ന, ദാറ്റ് ഈസ് നോട്ട് കസ്റ്റമർ ഫ്രണ്ട്ലി. കസ്റ്റമർ ഷുഡ് ലൈക്ക് ടു ഗെറ്റ്, ഒരുപാട് തിരിച്ചടച്ചാൽ എത്രയും പെട്ടെന്ന് ആ ഗോൾഡ് അവർക്ക് വേണം. സോ ദേ വുഡ് ബി കംഫർട്ടബിൾ മോർ വെൻ ദേ നോ ദാറ്റ് ദ ഗോൾഡ് ഇസ് കെപ്റ്റ് വെരി ക്ലോസ് ബൈ. മാനേജറുടെ മുറിയുടെ പുറയിലാണ് സ്ട്രോങ് റൂം, അവിടെ തന്നെ. വണ്ടർഫുൾ. ഓക്കെ, ഇനി നമ്മൾ ഒരു
ടെക്നിക്കൽ ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് എ ന്യൂ ഓൺടർപ്രണർ അല്ലെങ്കിൽ പുതുതായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് ഒരു ഗോൾഡ് ലോൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, ലൈക്ക് വാട്ട് ഇസ് ദ റൈറ്റ് വേ ടു ഗോ അബൌട്ട് ഇറ്റ്? ആൻഡ് അങ്ങനെ ഒരു ഗോൾഡ് ലോൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇനിഷ്യലി നമ്മൾ എന്ത് ക്യാപിറ്റൽ കരുതണം? മുമ്പേ പറഞ്ഞതുപോലെ ക്യാപിറ്റലിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആദ്യം ട്രസ്റ്റഡ് കമ്പനി ആയിരിക്കണം. കാരണം ഒരാൾ അയാളുടെ 100 രൂപ, മുമ്പ് പറഞ്ഞില്ലേ, ഒരു 1 ലക്ഷം രൂപയോ 1 ലക്ഷം രൂപ അതിൽ കൂടുതൽ വിലയുള്ള ഒരു സ്വർണം നമ്മളെ ഏൽപ്പിച്ചിട്ട് അയാൾ നമ്മുടെ കയ്യിൽ നിന്ന് 50-60 രൂപ മേടിക്കുന്നുണ്ട്. സോ ഹൂ നീഡ്സ് ടു ട്രസ്റ്റ് ഹൂ മോർ? He needs to trust me because he is giving me 100 and getting back only 60. Correct. So he needs to trust me more. So he needs to trust that, yes, I am giving my gold to this person, which is worth 100 or 150, maybe more. I am getting only a part of it. So he needs to, അപ്പോൾ ആദ്യം വേണ്ടത് ഒരു ട്രസ്റ്റ് വർതി കമ്പനി ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ്. സെക്കൻഡ്, ഇതിൻ്റെ അകത്ത് ഒരു ഗോൾഡ് ലോൺ ബിസിനസ് പറയുന്നത് വളരെ ഓപ്പറേഷണലി ഇൻറ്റൻസീവ് ബിസിനസ്സാണ്. കാരണം ഈ വരുന്ന ഗോൾഡ് നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് കറക്റ്റ് നമ്മുടെ ക്യാരറ്റാണെന്നോ അല്ലെങ്കിൽ മാറ്റി നോക്കുന്ന പോലെ നോക്കണം. നോക്കിയിട്ട് അത് ഗുഡ് ക്വാളിറ്റി ഗോൾഡ് ആണെന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് എടുക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ഒരു ഓർണമെൻറ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓർണമെൻറ്റിൻ്റെ ക്യാരറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അത് ഉരുക്കുക എന്നതാണ്. മെൽറ്റ് ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് അറിയാം. പക്ഷെ ഒരു വ്യക്തിയും അവരുടെ ഓർണമെന്റ് മെൽറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. സോ വി ഹാവ് ടു ഡിവൈസ് എ മെത്തേഡ് വെയർ വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ ക്യാരക്ടർ ഓഫ് ദ ഗോൾഡ് ഓർണമെന്റ് വി ആർ ഏബിൾ ടു ചെക്ക് ദി ക്യാരക്ടർ. അതിനാണ് നമ്മൾക്ക് പല ടെക്നിക്സ് ഉണ്ട്. ടച്ച് സ്റ്റോണ്, ഈ ഉരയ്ക്കുന്ന കല്ലുണ്ട്, അങ്ങനെ അതുണ്ട്. ആസിഡ് ടെസ്റ്റ് ഉണ്ട്, അത് കയ്യിലെടുത്ത് നോക്കുക, വെയിറ്റ് നോക്കുക. ഇതൊക്കെ കൊണ്ട് അത് ടെസ്റ്റ് ചെയ്ത് ഒരു ഗുഡ് ക്വാളിറ്റി ഗോൾഡ് ആണെന്നോ നോക്കണം ആദ്യം. അതൊരു ഒരു ഒരു ആർട്ടാണ്. എല്ലാവരെ കൊണ്ട് ഒക്കത്തില്ല. സാധാരണ ഒക്കുന്നത് അത് ഗോൾഡ് സ്മിത്സിനൊക്കെ. ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാ സ്റ്റാഫിനെയും ഇത് നല്ലതായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഞങ്ങളുടെ 30,000 സ്റ്റാഫിനും ഈ ഗോൾഡ് ടെസ്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ പുറത്തുള്ള ഒരാളെ ആശ്രയിക്കേണ്ട. ഞങ്ങൾക്ക് അപ്പോൾ ഗോൾഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് ഗോൾഡാണെന്ന്. അതാ ഫസ്റ്റ് പ്രോസസ്സ്. സെക്കൻഡ്, ഇത് വളരെ സൂക്ഷിച്ച് സ്റ്റോർ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഗോൾഡ് ഇത്രയും ടൺ ഗോൾഡ് എന്ന് പറഞ്ഞാൽ എത്രയോ ബില്യൺ, ഒരു നമ്മൾ 1.5 ട്രില്യൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗോൾഡിൻ്റെ വാല്യൂ 3 ട്രില്യനാണ്. അപ്പോൾ ഈ 3 ട്രില്യൺ ഗോൾഡ് നമ്മുടെ ഓരോ ബ്രാഞ്ചിലായിട്ട് ഇരിപ്പുണ്ട്. ദാറ്റ് വിൽ അട്രാക്ട് ലോട്ട് ഓഫ് അൺനെസസറി പീപ്പിൾ. എല്ലാവരും നോക്കും, എടാ ഇന്ന സ്ഥലത്ത് ഇത്രയും ഗോൾഡ് ഇരിപ്പുണ്ടല്ലോ, വൈ നോട്ട് ഐ ട്രൈ ടു റോബ് ദ ബ്രാഞ്ച്. അപ്പോൾ അത് സേഫ്റ്റി ആയിട്ട് വെക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻ്റാണ്. അതിന് ആദ്യം പറഞ്ഞത് സ്ട്രോങ് റൂം വേണം. സ്ട്രോങ് റൂം കൊണ്ട് മാത്രമാകത്തില്ല, അതിന് മറ്റ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ വേണം. ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അതിൻ്റെ അകത്ത് കയറി എടുക്കാൻ ഒക്കാതിരിക്കണം. അതിന് ഞങ്ങൾക്കൊരു 7 ലെയർ സെക്യൂരിറ്റി ഉണ്ട്. താക്കോൽ കൊണ്ട് മാത്രം ഞങ്ങളുടെ സ്ട്രോങ് റൂം തുറക്കാൻ ഒക്കത്തില്ല. അതിന് റിമോട്ട് ലോക്കിങ്ങുകളുണ്ട്. ആ റിമോട്ട് ലോക്കിങ് ഞങ്ങൾ അവിടുത്തെ ക്യാമറ വെച്ച് നോക്കും, ആ ബ്രാഞ്ചിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ റിമോട്ട് ലോക്കിങ്ങിൻ്റെ കോഡ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് തുടങ്ങിയ സമയത്ത് വളരെയധികം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ സാർ പറയുമായിരുന്നു എന്തൊക്കെയാണ് സ്റ്റേജസ്. അപ്പോൾ സ്ട്രോങ് റൂം വേണം, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? വെക്കണം. ഞങ്ങളുടെ പല പ്രോബ്ലംസ് ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഡക്കോയിറ്റി എന്ന് പറയുന്നത്. ഡക്കോയിറ്റി മീൻസ് ഒരു 5-8 പേര് തോക്കൊക്കെ ആയിട്ട് വന്ന് നമ്മുടെ ബ്രാഞ്ചിനെ ഓവർ പവർ ചെയ്യുക, എന്നിട്ട് മാനേജരോട് താക്കോൽ മേടിക്കുക, സ്ട്രോങ് റൂം തുറക്കുക, എടുത്തോണ്ട്. ഞങ്ങൾക്കൊരു 8 or 10 ഡക്കോയിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ഓരോന്നിൻ്റെ അകത്ത് ഒരു 20-25 crores ലോസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലെയർ സെക്യൂരിറ്റി ഒന്ന് മാറ്റി വെറും ഈ താക്കോല് മാനേജറുടെ നിന്ന് മേടിച്ചാൽ മാത്രം സ്ട്രോങ് റൂം തുറക്കാൻ ഒക്കാതാക്കി. ബിക്കോസ് അത് ഞങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഒക്കത്തില്ല. ഒരു 5 ബ്രാഞ്ചിൽ ഇരിക്കുന്ന ബ്രാഞ്ചിൽ സ്ട്രോങ് ഒരു 10 പേര് തോക്കം കൊണ്ട് വന്നാൽ അവർ അന്നേരമേ താക്കോലിക്കും, എടുത്തുകൊണ്ട് പോകോളാൻ പറയും. വേറെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. എല്ലാം അടിക്കാൻ ആ മാനേജറുടെ കൈ പോലും പൊങ്ങത്തില്ലല്ലോ. സോ വി ഫെൽറ്റ് ദാറ്റ് ഗിവിംഗ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് 50 crores and 100 crores ഓഫ് എ ബ്രാഞ്ച് ടു എ മാനേജർ എലോൺ ഇസ് നോട്ട് സഫീഷ്യന്റ്. അപ്പോൾ ഞങ്ങൾ ആ ലെയർ ഓഫ് സെക്യൂരിറ്റി വളരെ ബെറ്റർ ആക്കി. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടച്ച് വുഡ്, ഗോഡ്സ് ഗ്രേസ്, കഴിഞ്ഞ 5-8 കൊല്ലമായിട്ട് ഡക്കോയിറ്റി ഇല്ല.
ബട്ട് ഇതിന് പ്രോബ്ലംസ് പിന്നെ ഉണ്ട്. ഇതിനെല്ലാം ഈ എടുക്കുന്ന ഗോൾഡൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കണ്ടേ. ബ്രാഞ്ച് മാനേജർ അല്ലേ ചെക്ക് ചെയ്തെടുത്തേ, അയാൾ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കണ്ടേ. അപ്പോൾ അതിന് ഞങ്ങൾക്കൊരു 1200 പീപ്പിളുള്ള ഓഡിറ്റ് സ്റ്റാഫാണ്. അവർ ഈ ബ്രാഞ്ചുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, പോയി റാൻഡമായിട്ടും അല്ലാതെയും ഈ പാക്കറ്റ്സ് ഒക്കെ അഴിച്ചു നോക്കും. ഇതിൻ്റെ അകത്തിരിക്കുന്നത് 10 ഗ്രാം എന്ന് പറയുന്ന 10 ഗ്രാം തന്നെ ഉണ്ടോ, ഇത് ഗോൾഡ് നല്ലതാണോ അതോ ചുമ്മാതെ നല്ലതാണെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് സോ യു ആർ എൻഷുറിങ് ദാറ്റ് വാട്ട് ദ ഗോൾഡ് ഇസ് ദെയർ വിത്ത് us ഇസ് ഗുഡ് ക്വാളിറ്റി ക്വാണ്ടിറ്റി. അതുവരെയായി. ഇനിയിപ്പോൾ നോക്കുന്നത് ഇപ്പോഴത്തെ ഒരു പ്രവണത, ഒരു ഫ്രോഡ്സ് കൂടിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാഫിൻ്റെ തന്നെ ഫ്രോഡുണ്ട്. ബിക്കോസ് ഞങ്ങൾ ഇന്ത്യയിലുള്ള ആൾക്കാരെ തന്നെ എടുക്കുന്നത്. അതിൻ്റെ അകത്ത് എല്ലാ ടൈപ്പ് ആൾക്കാരുമുണ്ട്. നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മളെവിടെയും പെട്ടുപോകും. അപ്പം നമ്മൾ അലേർട്ടായില്ലെങ്കിൽ അപ്പോൾ ഈ സേഫ്റ്റി ചെക്ക് ചെയ്യണം, സേഫ്റ്റി ആക്കണം. ഇത് പിന്നെ റീചെക്ക് ചെയ്ത് ഓഡിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഫ്രോഡുകളെല്ലാം മിനിമൈസ് ചെയ്യണം. ഇതൊക്കെ വളരെ ഓപ്പറേഷണലി ചാലഞ്ചിങ് ആൻഡ് ഓപ്പറേഷൻസ് കോസ്റ്റ് കൂടുതലാണ്. സോ യു ആസ്ക് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ റിക്വയർഡ്? ദ ഫസ്റ്റ് ക്യാപിറ്റൽ ഐ സെഡ് ഇസ് ദ ട്രസ്റ്റ്, ക്യാപിറ്റൽ ഓഫ് ട്രസ്റ്റ്. അതിനൊരു വാല്യൂ ഇല്ല ട്രസ്റ്റ്. സെക്കൻഡ്, ഒരു ബ്രാഞ്ചൊക്കെ തുടങ്ങണമെങ്കിൽ ഇതെല്ലാം ചെയ്താലേ തുടങ്ങാനൊക്കത്തുള്ളൂ. സ്ട്രോങ് റൂം വേണം. ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് മണി ഫോർ എ സ്ട്രോങ് റൂം കൺസ്ട്രക്ഷൻ. ഇതിൻ്റെ ക്യാമറാസ് വേണം, അതിൻ്റെ സെക്യൂരിറ്റി സേഫ്റ്റി വേണം. ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. സോ പ്രോബബ്ലി ഒരു ബ്രാഞ്ചൊക്കെ തുടങ്ങുന്നതിനൊരു 10, 15, 20 ലക്ഷം രൂപ വേണം ഒരു ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ തന്നെ. അത് ഇനീഷ്യൽ ബിസിനസ്സാണ്. അത് റിക്കൂപ്പ് ചെയ്യാനായിട്ട് ഈ മുമ്പേ പറഞ്ഞതുപോലെ ഒരു മിനിമം ബിസിനസ് വന്നാലേ അത് റിക്കൂപ്പ് ചെയ്യാൻ നോക്കും. അത് വർക്കിംഗ് ക്യാപിറ്റൽ വേണം, പിന്നെ ഇതിനു വേണ്ടിയുള്ള ക്യാപിറ്റൽ വേണം. സോ ഇറ്റ്സ് നോട്ട് വെരി ഈസി. മോർ ദാൻ ദ ക്യാപിറ്റൽ, ഇറ്റ് ഈസ് ദി ടെക്നിക്സ് ആൻഡ് ദ പ്രോസസ് which is more important. Right. മുത്തൂറ്റ് ഇതുവരെക്കും ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തു വെച്ച പ്രോസസ്സസിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമാണോ? റിപ്പീറ്റ് ചെയ്യാൻ ഒക്കത്തില്ലെന്ന് പറയാൻ ഒക്കത്തില്ല. ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ഒക്കുമായിരിക്കും. ഇപ്പോൾ മുത്തൂറ്റ് മാത്രമല്ല, എത്രയോ കമ്പനികൾ തുടങ്ങുന്നുണ്ട്. പക്ഷേ ചിലരൊക്കെ വിചാരിക്കും മുത്തൂറ്റിൻ്റെ 1-2 മാനേജേഴ്സിനെയോ അല്ലെങ്കിൽ റീജിയണൽ മാനേജേഴ്സിനെയോ എടുത്താൽ ഇത് തുടങ്ങാൻ ഒക്കുള്ളൂ. പലരും അങ്ങനെ ചെയ്യുന്നുമുണ്ട്. ചിലർ മിക്കപ്പോഴും അത് സക്സസ്ഫുൾ ആകത്തില്ല. കാരണം ഇതിന് ഒത്തിരി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഉള്ള ബിസിനസ് അക്യുമിനും വേണം. അത് ചിലപ്പോൾ കാണത്തില്ല. എങ്കിലും ആരും തുടങ്ങത്തില്ലെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഇന്നത്തെ സൺറൈസ് ഇൻഡസ്ട്രിയാണ് ഗോൾഡ് ലോൺസ്. ഗോൾഡ് ലോൺ ബിസിനസ് ടുഡേ സൺറൈസ് ഇൻഡസ്ട്രി. നോട്ട് ഓൺലി മുത്തൂറ്റ്, എവരിബഡി ഈസ് ഡൂയിങ് ദാറ്റ്. ദി ഗോൾഡ് ലോൺ ബിസിനസ് വിച്ച് വാസ് വെരി ലിറ്റിൽ. ഞങ്ങൾ കേരളത്തിൽ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, സൗത്ത് ഇന്ത്യയിൽ മുത്തൂറ്റ് ഫൈനാൻസ് ആണ് ഗോൾഡ് ലോൺ ബിസിനസ് നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. നോർത്ത് ഇന്ത്യയിൽ ഗോൾഡ് ലോൺ ആർക്കും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ ബ്രാഞ്ച് 79-ൽ നോർത്ത് ഇന്ത്യയിൽ ഡൽഹി തുടങ്ങുമ്പം അവിടുത്തെ ആൾക്കാർ പറയുമായിരുന്നു, ഹിന്ദി പറയുന്നവർ, ജാൻ ജായക ഫിർബി ബീവി കാ ഗഹര ഗിർവീനെ രഹേഗ എന്ന് പറഞ്ഞാൽ ജീവൻ പോയാലും ഭാര്യയുടെ സ്വർണം പണയം വെക്കത്തില്ല. പക്ഷേ അതെല്ലാം ഞങ്ങൾ മാറ്റിയെടുത്ത് അന്ന് ഞങ്ങൾ അഡ്വർടൈസ്മെന്റ് കമ്പനിയോട് ഉൽക്കയെ ചേർത്ത് ഞങ്ങൾ ഒത്തിരി കമേഴ്ഷ്യൽസ് ഇറക്കി, ഷോയിങ് ദാറ്റ് ദിസ് ഇസ് എ ബെറ്റർ വേ ടു ഗെറ്റ് ലോൺ ദാൻ ആസ്കിങ് യുവർ ഫ്രണ്ട്. വീട്ടിൽ വന്ന് ഒരാടെ നിന്ന് കൈവായ്പ ഒരിക്കുന്നതിൽ വീട്ടിൽ ചുമ്മാതിരിക്കുന്ന ഗോൾഡ് എടുത്ത് നോക്കുക. അപ്പം ഞങ്ങൾ അതിന് ഹിന്ദി പറയുമായിരുന്നു, ഏക് ലോക്കർ സെ ദൂസര ലോക്കർ. നിങ്ങളുടെ വീട്ടിലെ ലോക്കറിൽ നിന്ന് മുത്തൂറ്റ് ലോക്കറിൽ കൊണ്ടുവന്നാൽ 5 മിനിറ്റ് രൂപ കിട്ടും. അപ്പം ഞങ്ങളുടെ അന്നത്തെ ബിസിനസ്സിൻ്റെ ഒരു പറച്ചിലും ഞങ്ങൾ പറയുന്നത് 5 minutes ഗോൾഡ് അല്ലെ 10 minutes ലോൺ എന്നാണ്. 5 minutes ലോൺ, 10 minutes ലോൺ. അങ്ങനെ അത് വന്ന് പിന്നെ മുത്തൂറ്റ് അവിടെ ബ്രാഞ്ച് തുടങ്ങിയപ്പോൾ മറ്റുള്ളവരും തുടങ്ങി, ബാങ്ക്സും ഇപ്പോൾ തുടങ്ങി. ഇൻ ദ ലാസ്റ്റ് 5 years or 6 years after COVID, all the banks have stepped on the accelerator for gold loan. Correct. Today, the commercial banks, that is PSU banks, public sector banks, commercial banks, അവരുടെ ഗോൾഡ് ലോൺ പോർട്ട്ഫോളിയോ ഇസ് 13 trillion rupees. That means 30 lakh crores. അതേസമയം NBFCs എല്ലാം കൂടെ 3 lakh crore. Correct. So banks have now really gone into this. So it only shows that this is a sunrise industry. Understood.
This is attracting more new players into this. ബാങ്ക്സ് എല്ലാം ഉണ്ട്, അതിൻ്റെ കൂടെ NBFCs ഉണ്ട്. ഇനി ഒരു കഴിഞ്ഞ 10 വർഷത്തിൽ ഗോൾഡിന്റെ റേറ്റ്സ് ഹാവ് ബീൻ ചേഞ്ചിങ് മാസിവ്ലി. അപ്പോൾ ഈ നിങ്ങളുടെ ഏറ്റവും വലിയ കൊളാട്രൽ എന്ന് പറയുന്ന ഈ ഗോൾഡ് ഇത്രയും വോളറ്റൈൽ ആയിട്ടുള്ള ഒരു റേറ്റിംഗ് സിസ്റ്റത്തിൽ ഇരിക്കുമ്പോൾ അത് കമ്പനിയുടെ ആ ഒരു ഓവറോൾ റിസ്ക് മാനേജ്മെന്റിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ശരി, എപ്പോഴും റെഗുലേറ്റേഴ്സ് എല്ലാം ഞങ്ങളോട് ചോദിക്കും, ഇത് ഞങ്ങളൊരു കമോഡിറ്റി ലോൺ അല്ല. കാരണം നമ്മളൊരു ഷെയറിന് ലോൺ കൊടുക്കുക, അതൊരു കമോഡിറ്റി. അല്ലെങ്കിൽ ഒരു ഗോൾഡ് ബാറിന് കൊടുത്താൽ അതൊരു കമോഡിറ്റി. ഇറ്റ് ഈസ് എക്സാക്ട്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ഗോൾഡ് പ്രൈസ് ഓർ ദ ഷെയർ പ്രൈസ്. ഷെയറിൻ്റെ വില താന്നാൽ ഉടനെ അത് ലിക്വിഡേറ്റ് ചെയ്യും. ബട്ട് ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓർണമെൻറ്റ്സാണ്. ജസ്റ്റ് ബിക്കോസ് സ്വർണത്തിൻ്റെ വില കൂടിയുണ്ട്, വില കുറഞ്ഞാൽ എല്ലാവരും ഈ ഓർണമെൻറ്റ് അങ്ങ് അബാൻഡൻ ചെയ്തിരിക്കും. സോ ഞങ്ങളുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ പല പ്രാവശ്യം ഗോൾഡ് പ്രൈസ് താന്നിട്ടൊക്കെ ഉണ്ട്. അന്നും എല്ലാവരും വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമേ ഗോൾഡ് അബാൻഡൻ ചെയ്തിട്ടുള്ളൂ. കാരണം ഈ ഗോൾഡ് നമ്മളൊരു 100 രൂപ അല്ലെ 1,00,000 രൂപയുടെ ഗോൾഡ് നമ്മൾ മേടിക്കാൻ ചെന്നാൽ അതിന് കടയിൽ കൊടുക്കേണ്ടത് 125 റുപ്പീസ്. അതിനൊരു മേക്കിംഗ് ചാർജ് ഉണ്ട്. സോ നമ്മൾ 125 റുപ്പീസ് മേടിച്ചതിന് ഗോൾഡ് വാല്യൂ 100 റുപ്പീസേ ഉള്ളൂ. അതിൻ്റെ 75 വരെ ഞങ്ങൾ കൊടുക്കത്തുള്ളൂ. സോ ഞങ്ങൾ 75 കൊടുക്കുന്നതിന് കസ്റ്റമർ അവത്തിൽ 125 മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി റൂമുണ്ട് നമുക്കൊരു അവർക്ക് ഈ പ്രൈസിന് വേണ്ടി. അപ്പോൾ ചെറിയ വ്യത്യാസത്തിലൊന്നും ആരും ഇട്ടേച്ച് പോകത്തില്ല. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഓർണമെന്റ്സ് മാത്രം കൊടുക്കുന്നത്. ഞങ്ങൾ അഥവാ ഗോൾഡ് ബാറിനാണ് കൊടുക്കുന്നെങ്കിൽ പ്രൈസ് തന്നാൽ കാരണം യു ക്യാൻ ഗോ ആൻഡ് ഗെറ്റ് ദ നെക്സ്റ്റ് ബാർ. ആ അടുത്ത മേടിക്കും. ഇപ്പോൾ ഒരു ഷെയർ ആണെങ്കിലും ഇന്നൊരു കമ്പനിയുടെ ഷെയർ മേടിച്ചു, റിലയൻസിന്റെ താന്നാൽ മറ്റന്നാൾ പോയി അത് മേടിക്കാം. പക്ഷെ ഇന്ന് ആ ഗോൾഡ് അബാൻഡൻ ചെയ്ത് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അതേ ഓർണമെന്റ്സ് മേടിക്കാൻ പ്രയാസം. അതാ ഇത്ര നാൾ ഇതിന്റെ റിസ്ക് മിറ്റിഗേഷന്റെ ഏറ്റവും വലിയ സംഗതി ഇസ് ദ വി അഡ്വാൻസ് ഓൺലി ഹൗസ് ഹോൾഡ് ഓർണമെന്റ്സ് ഓൺ വിച്ച് ദർ ഇസ് എ മേക്കിംഗ് ചാർജ് ആൻഡ് ഓൾസോ ദർ ഇസ് ദ ഫാമിലി intention to take it back. Correct. Okay. ഇനി എനിക്ക് ചോദിക്കേണ്ടത് ഈ ഫ്രം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്, മേ ബി എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ തോന്നിയതായിരിക്കാം, ഗോൾഡ് പ്രൈസസ് കൂടുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റും കൂടുമെന്നുണ്ടോ? ഗോൾഡ് പ്രൈസ് കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടത്തില്ല, ഓക്കെ, ബിസിനസ് കൂടും. ഓക്കെ. കാരണം ഇന്ന് 1,00,000 രൂപ കിട്ടുന്ന ഒരാൾക്ക് അതേ ഗോൾഡ് മാത്രമുള്ള ഒരാളാണെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഒത്തിരി ഗോൾഡ് ഉണ്ട്. അതേ ഗോൾഡ് മാത്രമുള്ള ഒരാൾക്ക് 1,00,000 രൂപ ഇനിയിപ്പോൾ 1,50,000 രൂപ കിട്ടും. സോ ഹി ക്യാൻ ബോറോ മോർ. ഞങ്ങളുടെ ബിസിനസ് കൂടും, പ്രോഫിറ്റ് ഞങ്ങൾക്ക് കൂടത്തില്ല. പക്ഷെ ഗോൾഡ് പ്രൈസ് നല്ലതായിട്ട് നിന്നാൽ എല്ലാവരും തിരിച്ചെടുക്കുമ്പം നമുക്ക് ഓപ്ഷൻ ചെയ്യേണ്ടി വരത്തില്ല. ചെറിയ വ്യത്യാസമുള്ളൂ. ഗോൾഡ് പ്രൈസ് വിൽ ഓൺലി സ്ട്രെങ്തൻ അവർ കൊളാട്രൽ. ഓൾസോ ഗോൾഡ് പ്രൈസ് റൈസ് വിൽ ഹെൽപ്പ് കസ്റ്റമേഴ്സ് ടു ഗെറ്റ് മോർ ലോൺസ്. ബട്ട് എവരിബഡി ഡസൻറ്റ് ടേക്ക് ദ ഫുൾ മണി. ഞങ്ങളുടെ ഇന്നത്തെ നോക്കിയാൽ ഇന്നത്തെ ഗോൾഡ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ 75 കൊടുക്കാമെങ്കിലും 58% ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി മേടിച്ചിട്ടില്ല, അവർക്ക് ആവശ്യമില്ല. ഒരു ആവശ്യമുള്ളപ്പോൾ എടുക്കും. സോ ഇതുപോലെ തന്നെ ഇപ്പൊ ലോൺ ഇഷ്യൂ ചെയ്തതിന് ശേഷം ഒരു ഗോൾഡിന്റെ പ്രൈസ് താഴ്ന്നു കഴിഞ്ഞാൽ ഹൗ ഡസ് ദ കമ്പനി പ്രൊട്ടക്ട് ഇറ്റ്സ് ക്യാപിറ്റൽ? അതാണ് ഞാൻ പറഞ്ഞത്. ഗോൾഡ് പ്രൈസ് നമ്മൾ ഇന്ന് കൊടുക്കുമ്പോൾ 100 ആയിരുന്നു, അത് ഒറ്റ ദിവസം കൊണ്ട് അത് താഴോട്ട് വരത്തില്ല. മാത്രമല്ല ഈ ഗോൾഡ് ലോണിന്റെ കാലാവധി ഇസ് ജസ്റ്റ് 3 months. വളരെ ഷോർട്ട് ടേം ലോൺ. 3 മാസത്തിനിടയിൽ ഇതിന്റെ പ്രൈസ് 100 രൂപ എന്നുള്ളത് 10 രൂപ ഒന്നും ആകത്തില്ല. ഗ്രാജുവലായിട്ട് വരത്തുള്ളൂ. ഗ്രാജുവലായിട്ട് വരുമ്പം പുതിയ ലോൺസ് കൊടുക്കുന്ന പുതിയ പ്രൈസ് വെച്ചാണ് കൊടുക്കുന്നത്. ഇന്നത്തെ പ്രൈസിന്റെ 75% കൊടുക്കുന്നത്. അടുത്ത മാസം പ്രൈസ് ഇച്ചൂടെ താഴുകയാണെങ്കിൽ അതിന്റെ 75 കൊടുക്കത്തുള്ളൂ. പുതിയ ലോൺസ് എല്ലാം അന്നത്തെ പ്രൈസ്. അപ്പോൾ പിന്നെ ഒരു 25% to 50% പ്രൈസ് ഫോൾ വന്നാലും ആൾക്കാർ ഇട്ടേച്ച് പോകത്തില്ല. സോ ഞങ്ങളുടെ എക്സ്പീരിയൻസാണ്, ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസിൽ അങ്ങനെ ഒരു ഫോൾ വന്നിട്ടുമില്ല. ചെറിയ ഫോളൊക്കെ വരും, അതിന് ഫോളെന്ന് ഞാൻ പറയുന്നില്ല, അതിനൊരു ഫ്ലക്ച്വേഷൻ പറയുന്നത്. ആ ഫ്ലക്ച്വേഷൻ കൊണ്ടൊന്നും ആരും ഇട്ടേച്ച് പോകത്തില്ല. നമ്മുടെ വീടിന്റെ വില പ്രൈസിന്റെ കുറഞ്ഞാൽ ഉടനെ നമ്മളത് വിറ്റേച്ച് പോകത്തില്ല. നമ്മൾ ഒരു വീട് മേടിച്ചു, ആ നാട്ടിലെ പ്രൈസ് എല്ലാം ഇച്ചിരി താന്നു, നമ്മൾ വിറ്റേച്ച് പോകും. ഇല്ല, ദിസ് ഇസ് സംതിങ് വിച്ച് യു ആർ യൂസിങ്, യു ഡോണ്ട് സെൽ ഇറ്റ് ലൈക്ക് ദാറ്റ്. And so are the profit margins also kept flexible? Margins won't get flexible. The assets under management, the total business will go. Business go പോയെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കൂടും. റൈറ്റ്. സോ ഞാൻ അടുത്ത
എനിക്ക് ടീം തന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത്രയും നേരം സംസാരിച്ചതിൽ എനിക്ക് പേഴ്സണലി അതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ബട്ട് ഐ ജസ്റ്റ് വാണ്ട് യു ടു സേ ദിസ് ഫ്രം ഐ വോണ്ട് ഹിയർ ഇറ്റ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്ന് ഓക്കെ. പറയുന്നത്. ഓർഗനൈസ് ഗോൾഡ് മാർക്കറ്റിൽ ഡെഫിനറ്റ്ലി മുത്തൂറ്റ് ഇസ് ലീഡിങ് റൈറ്റ് നൗ. അപ്പോൾ ഇതുപോലെ ലൈക്ക് യു സെഡ് ഒരുപാട് വേറെ പ്ലേയേഴ്സും ഉണ്ട്. വാട്ട് ഇസ് യുവർ അഡ്വാൻറ്റേജ് ഓവർ ദെം ഓർ വാട്ട് ഇസ് യുവർ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓവർ ദെം? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, ട്രസ്റ്റാണ്. Yeah. പീപ്പിൾ ട്രസ്റ്റ് മുത്തൂറ്റ്. വി ആർ ബ്രാൻഡഡ് ആസ് എ ട്രസ്റ്റ് വർത്തി കമ്പനി. എല്ലാവരും അടുത്ത ആളിനോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ലോൺ എവിടെ നിന്നാണ് എടുത്തത്, ഇന്നടത്ത് വന്ന് പറയുമ്പോൾ ദേ ആർ മോർ കംഫർട്ടബിൾ. ആൻഡ് വൺ മോർ തിങ്, ഒരു ലോൺ എടുത്ത ഒരാൾ ഇന്ന് 3 മാസത്തേക്കെന്ന് പറഞ്ഞല്ലോ, അയാൾ 3 months എടുത്തു, അയാൾ തിരിച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കും. പിന്നെയും ഒരു 4 മാസം കഴിയുമ്പോൾ രൂപ വേണമെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചെടുക്കും. ഞങ്ങളുടെ കസ്റ്റമേഴ്സ് 80% കസ്റ്റമേഴ്സ് രണ്ടാമതൊരു ലോൺ വേണമെന്നുണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ അടുത്തേ വരത്തും. കറക്റ്റ്. സോ റിപ്പീറ്റ് കസ്റ്റമേഴ്സ്. സോ നോട്ട് ദറ്റ് ദേ ആർ ഒരു ലോൺ എടുത്തു, അത് ക്ലോസ് ചെയ്തു, തിരിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്തു ഗോൾഡ്, ഒരു 6 മാസം കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ദേ കമ്പയർ. സോ ഇറ്റ് ഇസ് അഗെയിൻ ഷോസ് ദ ട്രസ്റ്റ്. സോ ഇതിൻ്റെ അകത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് ട്രസ്റ്റ്. പിന്നെ ഓഫ് കോഴ്സ് ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. ഞങ്ങൾ ഇത്രയും ബ്രാഞ്ചസും ഇത്രയും ട്രെയിൻഡ് പീപ്പിളും ഇത്രയും പ്രോസസ്സും ഒക്കെ ശരിയായതൊരു വലിയ അഡ്വാൻറ്റേജ്. പുതിയൊരാൾ ഇതിൻ്റെ അകത്ത് വരുത്താനായിട്ട് താല്പര്യം. ഇതുപോലൊരു സംഗതി 2011 വന്നായിരുന്നു. എല്ലാവരും ഒരു ഗോൾഡ് ലോൺ കമ്പനിയിലോട്ടൊന്ന് വരാനായിട്ട് പുതിയതായിട്ട് ഒത്തിരി പേര് NBFCs ആണെങ്കിലും നോൺ NBFCs ആണെങ്കിലും ഇവരെല്ലാവരും ഗോൾഡ് ലോൺ. പക്ഷേ ഒരു 2 വർഷം കൊണ്ട് ചിലരൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷണൽ ബിസിനസ്സിൻ്റെ ചാലഞ്ചസ് കണ്ട് പലരും നിർത്തിപ്പോയി. അത് അന്ന് പിന്നെ ആരും തുടങ്ങി. അപ്പോൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള കമ്പനീസ്, മുത്തൂറ്റ് ഒരു ഗോൾഡ് ലോൺ ഫോക്കസ് കമ്പനീസാണ്. അങ്ങനെയുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഗോൾഡ് ലോൺ കമ്പനീസിൽ ഇന്നും ഇതിൻ്റെ അകത്ത് ചാൻസ് ഉണ്ട്. പുതിയതായിട്ട് വന്ന് ഒരു ഗ്രീൻ പച്ച പുറം കണ്ടിട്ട് അങ്ങോട്ട് വരികയും കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പ്രോബ്ലംസും അതിൻ്റെ ഇഷ്യൂസും അതിൻ്റെ ചാലഞ്ചസും കാണുമ്പോൾ ഇട്ടേച്ച് പോയാൽ ഇത് നോക്കാം. യു ഹാവ് ടു കണ്ടിന്യൂ ടു ഫോക്കസ് ഓൺ ദാറ്റ്. ഇപ്പോൾ പുതുതായിട്ട് വരുന്നവർക്ക് ഒക്കും, പക്ഷേ ഇഫ് യു ആർ ഫോക്കസ്ഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് ഓൺ ഗോൾഡ് ലോൺ യു ക്യാൻ കം. ഇനി ഇപ്പം നോർമലി എല്ലാ ലോൺസും എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ പ്രോപ്പർട്ടി കൊലാട്രൽ വെച്ചിട്ടുള്ള ലോൺസ് ആണെങ്കിലും അല്ലാത്ത ആസറ്റ്സ് കൊലാട്രൽ വെക്കുന്നതിനേക്കാളും എല്ലാത്തിനേക്കാട്ടിലും ഗോൾഡ് ലോൺസ് ഓൾവേസ് ഹാവ് എ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. അങ്ങനെ ചെലവ് കുറഞ്ഞ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്നതിന് എന്താ റീസൺ? അത് ചെലവ് കൊടുക്കാൻ മറ്റേ കൊടുക്കുന്ന മാർജിൻസ് ഇതിനകത്ത് നമുക്ക് ലോസ് കുറവാണ്. ഓക്കെ. നമുക്ക് NPA നോൺ പെർഫോമിംഗ് അസറ്റ്സ് പറഞ്ഞ സാധനം ഇതിനകത്ത് ഇല്ല. കറക്റ്റ്. ഒരു ഗോൾഡ് നമ്മുടെ ഈ കൊടുത്തു, ആ ഗോൾഡ് ഗുഡ് ക്വാളിറ്റി ആണെന്നേലും അതൊരിക്കലും NPA ആകത്തില്ല. അയാൾ അടയ്ക്കാൻ താമസിച്ചാലും ഡിലേ ആയാലും അതൊരു NPA ആകും. അതേസമയം ഒരു പേഴ്സണൽ ലോൺ എടുക്കുന്ന ഒരാൾ 3 മാസം 6 മാസം അടച്ചില്ലേ പിന്നെ അടയ്ക്കത്തില്ല, ഇറ്റ് ഇസ് ഗോൺ. ഇതിൻ്റെ അകത്ത് അതല്ല, ബിക്കോസ് ദ ഗോൾഡ് കൊളാറ്ററൽ ഇസ് ദേർ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ലോൺ ലോസ് ഇല്ല, ലോൺ ലോസ് കുറവ്. വേറെ എല്ലാത്തിനും ലോൺ ലോസ് ഉണ്ട്, ഓരോന്നിനും റിസ്ക് കൂടുതലാണ്. പേഴ്സണൽ ലോൺ അൺസെക്യൂർഡ് ലോൺസിന് ലോൺ ലോസ് കൂടുതലായിരിക്കും, ഹൗസിംഗ് ലോണിന് ഇച്ചിരി കുറവായിരിക്കും. അപ്പം ഓരോന്നിൻ്റെ ആ ലോൺ ലോസ് വെച്ച് നോക്കിയിട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്തെ ഒരു ഇത് ഓപ്പറേഷണൽ എക്സ്പെൻസ് കൂടുതലാണ്. ഒരാൾക്ക് നമുക്കൊരു 10 കോടി രൂപയുടെ ഗോൾഡ് ഒന്നും കൊടുക്കാനൊക്കെ പറ്റും. ആവറേജ് ടിക്കറ്റ് സൈസ് ഇസ് ഓൺലി 1 lakh or 50,000. ഇപ്പോൾ കൊച്ചു ലോണായിട്ടേ കൊടുക്കാറ്. അതുകൊണ്ട് ഓപ്പറേഷണൽ എക്സ്പെൻസ് കൂടുതലാണ്. ഒരു ഹൗസിംഗ് ലോൺ ആണെങ്കിൽ ഒരു 5 കോടിയുടെ ലോൺ കൊടുക്കാം, ഒരു കോർപ്പറേറ്റ് ലോൺ ആണെങ്കിൽ 1000 കോടിയുടെ ലോൺ കൊടുക്കാം. പക്ഷേ ഇതങ്ങനെ 1000 കോടിയും 5 കോടിയും ഒന്നും ഗോൾഡ് ലോൺ കൊടുക്കാനൊക്കത്തില്ല. ഇറ്റ് ഹാസ് ടു ബി ബിൽഡ് ബ്രിക്ക് ബൈ ബ്രിക്ക്. ഓക്കെ. ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് വരുന്നുണ്ട്, ETFs ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ന്യൂ ടേൺ ഇൻ ട്രെൻഡിനെ മുത്തൂറ്റ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഓക്കെ, ഗോൾഡ് ETF ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഗോൾഡ് വാങ്ങിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന ഗോൾഡിലാണ് നമ്മൾ രൂപ കൊടുക്കുന്നത്. ETF ഒക്കെ യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ എ ന്യൂ പ്രോഡക്റ്റ്, ന്യൂ സേ. So it's an investment. So you can't compare investment with a loan product. Correct. ലോൺ എന്ന് പറയുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു അസറ്റിന് ലോൺ കൊടുക്കുന്നതാണ് ഗോൾഡ്. ETF എന്ന് പറയുന്നത് നമുക്ക് ഇല്ലാത്ത ഗോൾഡ് മേടിക്കുക. അപ്പോൾ അത് ഷെയർ പോലെ തന്നെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഉണ്ട്, അതല്ല ETF. അതിൻ്റെ അകത്ത് നമുക്ക് ചിലർ ഇൻവെസ്റ്റ് ചെയ്യും, അതാ ഗോൾഡ് പ്രൈസിന്റെ ഇതേ കിട്ടത്തുള്ളൂ. സോ യു ഹാവ് ടു ഇൻവെസ്റ്റ്. ദിസ് ഇസ് നോട്ട് എ ഇൻവെസ്റ്റ്മെന്റ്, ദിസ് ഇസ് എ ലോൺ. സോ ഡു യു തിങ്ക് ഇനി വരും കാലങ്ങളിൽ ഇപ്പോൾ ലൈക്ക് യു സെഡ് നമുക്ക് മലയാളികളായിക്കോട്ടെ ആരായിക്കോട്ടെ നമുക്ക് ഗോൾഡ് ഓർണമെന്റ്സ് വാങ്ങാനും വെയർ ചെയ്യാനും അല്ലാതെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. ഡു യു തിങ്ക് ദർ വിൽ ബി ദാറ്റ് ഷിഫ്റ്റ് ടുവേർഡ്സ് ETFs?
കറക്റ്റാ. ഇന്നത്തെ കാലത്ത് ഇപ്പം എൻ്റെ പിള്ളേരോ എൻ്റെ കൊച്ചുമക്കൾക്കോ ഗോൾഡ് എൻ്റെ പ്രായത്തിലുള്ളവരുടെ അത്രയും ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കുറവാണ്. ഓർണമെൻറ്റ്സിൽ അതെ. ദേ മേ നോട്ട് ഇൻട്രസ്റ്റ്. ബട്ട് ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഇന്ത്യയിൽ ഇപ്പം തന്നെ 28,000 ടൺസ് ഓഫ് ഗോൾഡ് ഉണ്ട്. അതിൽ 5,000 ടൺസ് മാത്രമേ ഓർഗനൈസ്ഡ് മാർക്കറ്റിൽ വന്നിട്ടുള്ളൂ. Okay. ബാക്കി 24,000 ടൺസ് ഇപ്പോഴും മനുഷ്യൻ്റെ കയ്യിൽ ഇരിക്കുന്നില്ല. അപ്പോൾ അത് എന്നേലുമൊക്കെ ഇന്നല്ലേ നാളെ അത് ആൾക്കാരിത് വരും. ഇന്നിപ്പം ഇച്ചിരി സൗകര്യമുള്ളവർ, ഇച്ചിരി റിച്ച് പീപ്പിളൊക്കെ ഇപ്പോഴത്തെ ഒരു പ്രവണത, റിച്ച് പീപ്പിൾ ഓൾസോ ആർ യൂസിങ് ഗോൾഡ് ലോൺ ആസ് എ മീൻസ് ടു ടേക്ക് മണി. പണ്ട് ഇതിനകത്തൊരു സ്റ്റിഗ്മ ഉണ്ടായിരുന്നു. ഇന്ന് ആ സ്റ്റിഗ്മ ഇല്ല. ബിക്കോസ് ഓൾ ദ ബാങ്ക്സ് ആർ ഡൂയിങ് ഇറ്റ്. എല്ലാ ബാങ്ക്സ് ചെയ്യുമ്പോൾ അതൊരു ഒരു ഒരു പാവം പിടിച്ച ഒരു ലോ ക്വാളിറ്റി ലോൺ അല്ല. അപ്പം അപ്പം പല ആൾക്കാരും പണ്ട് ഗോൾഡ് ലോൺ എടുക്കാൻ നാണം ഉണ്ടായിരുന്ന ആൾക്കാർ പോലും ഇപ്പോൾ എടുക്കുന്നുണ്ട്. ദേ സീ ഇറ്റ് ആസ് എ സ്മാർട്ട് ലോൺ. സോ വി സീ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഈവൻ ഇഫ് ന്യൂ പീപ്പിൾ ആർ നോട്ട് പർച്ചേസിങ് ഗോൾഡ് Understood. എന്ന് പറഞ്ഞെങ്കിൽ തന്നെ ഇന്നിപ്പോൾ നോക്കിയാൽ എല്ലാ ജുവലേഴ്സും അതുപോലെ കച്ചവടമുണ്ട്. ജുവലേഴ്സ് ആർ മേക്കിംഗ് മണി ഹാൻഡ് ഓവർ ഫിസ്റ്റ് ടുഡേ. Right. അപ്പോൾ അത്രയും ഗോൾഡ് വിൽക്കുന്നുണ്ട്. അതെ. അതും ഈ 28,000 ടൺസിന്റെ കൂടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നല്ലേ നാളെ അത് ഗോൾഡ് ലോണായിട്ട് മാറിക്കൊണ്ടിരിക്കും. Right. Okay. So, മുത്തൂറ്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഡൈവേഴ്സിഫിക്കേഷന് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും യു ഹാവ് ഡെഫിനറ്റ്ലി സ്റ്റക്ക് ടു ഗോൾഡ് ലോൺ ബിസിനസ് ആസ് യുവർ പ്രയോറിറ്റി. അങ്ങനെ ഈ ഒരു പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് വേറെ എന്തെങ്കിലും റീസൺസും ഉണ്ട്? അതോ ഈ ഡൈവേഴ്സിഫിക്കേഷൻ ഓപ്ഷൻസ് അധികം നോക്കാതെ? എല്ലാ കമ്പനിക്കും ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമാണ്. അതെ. ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്കൊരു സ്ട്രെങ്തൂടെ വേണം. ഞങ്ങൾക്ക് അതിനകത്ത് സ്ട്രെങ്ത് കുറവാണ് മറ്റുള്ളതിൽ. ബട്ട് ഞങ്ങൾ 1-2 ഡൈവേഴ്സിഫിക്കേഷൻ തുടങ്ങി. വൺ വാസ് ഹോം ലോൺസ്. അതൊരു ഒരു വളരെ സെക്യൂർ ഉള്ള ലോണാണ്. ഹോം ലോൺസ് തുടങ്ങിയിട്ടുണ്ട്. അത് ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. പിന്നെ ഇപ്പം കുറച്ച് പേഴ്സണൽ ലോൺസ് തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ ഞങ്ങൾ നോക്കിയപ്പം ഞങ്ങളുടെ നിന്ന് ഗോൾഡ് എടുത്ത കസ്റ്റമർ തന്നെ അവരുടെ സിബിൾ സ്കോർ നോക്കുമ്പം, സിബിൾ റിപ്പോർട്ട് നോക്കുമ്പം അവർ വേറെ എങ്ങാണ്ട് നിന്നൊക്കെ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ട്, വേറെ എങ്ങാണ്ട് നിന്ന് പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആലോചിച്ച് ഞങ്ങളുടെ കസ്റ്റമർ വേറെ ഒരിടത്ത് പോയി എടുക്കുന്നതിന് വൈ ഡോണ്ട് വി ഓഫർ ദാറ്റ്? സോ അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത് മറ്റ് ലോൺസൊക്കെ. അപ്പം ബട്ട് നത്തിങ് ഈസ് ആസ് ഗുഡ് ആസ് ഗോൾഡ് ലോൺ. റൈറ്റ്. ഇതിപ്പോ ഒരു കോമൺ മാൻസ് പെർസ്പെക്റ്റീവ് പറയുവാണെങ്കിൽ ഇപ്പൊ എൻ്റെ പേരൻസ് തന്നെയാണെങ്കിലും ഇഫ് ഐ ഓൾസോ ഓൺ എ സ്മോൾ ക്ലിനിക് ആൻഡ് ബിസിനസ്. അപ്പോൾ എനിക്കിപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഫണ്ട് റേസ് ചെയ്യണം. പണ്ട് തൊട്ടേ പേരൻസ് പറയുന്നത് ലോൺ എടുക്കരുത്. പക്ഷെ എനിക്ക് പെട്ടെന്നൊരു ഫണ്ട് വേണം. ഗോൾഡ് ഇരിക്കല്ലേ, ഗോൾഡ് ലോൺ വെച്ചു. സോ ലൈക്ക് യു സെഡ്, ആ ഒരു ഇൻഹിബിഷൻ ടുവേർഡ്സ് ഗോൾഡ് ലോൺ ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഇപ്പോൾ എല്ലാവരും ദേ ആർ അഡ്വൈസിങ് ടുവേർഡ്സ് ഇറ്റ്. സോ ആസ് ലോങ് ആസ് ആ ഒരു മൈൻഡ് സെറ്റ് ഇസ് ലാസ്റ്റിംഗ് ഇൻ അവർ കമ്മ്യൂണിറ്റി, I think you are in the safe spot. I think I should fully agree with that. More and more people, I said, even the well-to-do people are now resorting to gold loans. അല്ലെങ്കിൽ നമ്മളൊരു പേഴ്സണൽ ലോൺ എടുക്കുന്നത് എപ്പോഴും അതിന് റേറ്റ് കൂടുതലായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. പേഴ്സണൽ ലോൺ അൺസെക്യൂർഡിന് വളരെ കൂടുതലായിരിക്കും. ഇത് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഗോൾഡ് ലോണിന്. ഇതൊരു സെൽഫ് ലിക്വിഡേറ്റിംഗ് ലോണാണ്. കറക്റ്റ്. നമ്മളൊരു പേഴ്സണൽ ലോൺ എടുത്തു, 10 ലക്ഷം രൂപ എടുത്തു, അത് അടച്ചില്ലെങ്കിൽ അത് നമ്മുടെ ബാഡ് ഡെറ്റായി, നമ്മുടെ സിബിൾ സ്കോർ എല്ലാം അഫക്റ്റഡ് ആണ്. ഗോൾഡ് ലോൺ എടുത്തു, അടച്ചില്ല, വാട്ട് ഇസ് ദ വേർസ്റ്റ് ദാറ്റ് ക്യാൻ ഹാപ്പൻ? The company will auction the gold and then you are not a debtor. Understood. I say 10 lakhs rupees നമ്മളൊരു പേഴ്സണൽ ലോൺ എടുത്തു, തിരിച്ചടച്ചില്ലെങ്കിൽ you will die as a defaulter. Correct. You are not dying as a defaulter because കൊടുത്തു, മേടിച്ചു, അടച്ചില്ല. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഗോൾഡ് ലോൺ എടുക്കുന്നതിന് സിബിൾ സ്കോറിന്റെ ആവശ്യമില്ല. Right. So anybody, even with a negative CIBIL score, no CIBIL score, can get a gold loan. Correct. That is one of the big attractions of gold loan. Absolutely. വേറെ ഏത് ലോൺ എടുക്കണമെങ്കിലും, ഇന്ത്യയിൽ വേറെ ഏത് ലോൺ എടുക്കണമെങ്കിലും സിബിൾ റിപ്പോർട്ടിലെ സ്കോർ ഇല്ലെങ്കിൽ കിട്ടത്തില്ല. സിബിൾ സ്കോർ, ITR റിട്ടേൺസ്, അത് ഒത്തിരി എനിത്തിങ്, എനി ലോൺ you cannot get without a good CIBIL score. Right. But you can get a gold loan with a negative or nil CIBIL score. Right. Okay. So something very important. I think our audience should definitely catch this one. Anyways, ഇനി നമുക്ക് മുത്തൂറ്റിന്റെ ബ്രാഞ്ചസിനെ കുറിച്ച് പറയാം. ഈ ഒരു
2500+ ബ്രാഞ്ചസ് ഒക്കെ ഉള്ളതിന്റെ കൂട്ടത്തിൽ 133 ബ്രാഞ്ചസ് ഒരു വർഷത്തിൽ തന്നെ തുടങ്ങാൻ സാധിച്ചു. ഈ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നതിന് ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സർ നോക്കുന്നത് ടു ബി ഏബിൾ ടു ഐഡന്റിഫൈ ദാറ്റ് ഏരിയ ആസ് എ ലൊക്കേഷൻ? ഞങ്ങൾ ഒരു വർഷം 133 ബ്രാഞ്ച് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് 2010, 2011, 2012 ഞങ്ങൾ ഓരോ വർഷവും 1000 ബ്രാഞ്ച് വെച്ചാണ് തുടങ്ങിയത്. 1000 ബ്രാഞ്ച്. 2010 1000 ബ്രാഞ്ച്, 2010 800 or 900 ബ്രാഞ്ച്, 2011 700 ബ്രാഞ്ച്. അപ്പം ഞങ്ങൾക്കതൊരു പുത്തരിയല്ല. 130 ബ്രാഞ്ച് തുറന്ന് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ളത്. ഐ ക്യാൻ ഡു ഇറ്റ് വിത്ത് മൈ ലെഫ്റ്റ് ഹാൻഡ്. ബട്ട് വെരി ഈസി. ഞങ്ങൾ നോക്കുന്നത് ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് ബ്രാഞ്ച് മാനേജേഴ്സ് എന്ന് പറയും. ഇവിടെ നമ്മൾ ഇന്നൊരു സ്ഥലത്ത് ലക്നൗ ഒരു ബ്രാഞ്ച് ഉണ്ട്. അവിടുത്തെ ബ്രാഞ്ചിന് സാർ ഇവിടുന്ന് ഒത്തിരി ആൾക്കാർ ഇന്ന സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. വൈ നോട്ട് വി സ്റ്റാർട്ട് എ ബ്രാഞ്ച് ദെയർ? ബിക്കോസ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ കമ്മിങ് ഫ്രം ദെയർ. സോ വി ഡു എ സർവേ ആൻഡ് ഇഫ് വി ഫീൽ ദാറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ പ്ലേസ് വി സ്റ്റാർട്ട്. ഈ എല്ലാത്തിനും ഞങ്ങളുടെ സർവേ 100% കറക്റ്റ് ആയിരിക്കത്തില്ല. കറക്റ്റ്. ചിലയിടത്തൊക്കെ ക്ലിക്ക് ചെയ്യും, മിക്ക സ്ഥലത്തും അത് ക്ലിക്ക് ചെയ്യാത്തടത്ത് ബിസിനസ് സ്ലോ ആയിട്ടേ ഗ്രോ ചെയ്യത്തുള്ളൂ. വളരെ ക്ലിക്ക് ചെയ്തെടുത്ത് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും. അപ്പം ഞങ്ങൾക്ക് വലിയ ബ്രാഞ്ച് ഉണ്ട്, ചെറിയ ബ്രാഞ്ച് ഉണ്ട്. സോ തുടങ്ങുന്നത് ഞങ്ങളുടെ ഒരു ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ റിപ്പോർട്ട് കൊടുക്കും. ഒരു ടോപ്പ് 3 ഇൻഡിക്കേറ്റേഴ്സ് എന്ന് ചോദിക്കുവാണെങ്കിൽ, അതായത് ഇന്ന സ്ഥലത്ത് ഒരു ബ്രാഞ്ച് തുടങ്ങണമെന്നുള്ളതിന് ഇപ്പോൾ സാറായിട്ട് തന്നെ ഒരു 3 ഇൻഡിക്കേറ്റേഴ്സ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? വൺ ഇസ് ഡെഫിനറ്റ്ലി ഫീഡ്ബാക്ക് ഫ്രം ദ സ്റ്റാഫ് ആണ്. സെക്കൻഡ്, അവിടെ ഒരു പോപ്പുലേഷൻ വേണം. അവിടെ ഒരു ഗോൾഡ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. ഗോൾഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കയ്യിലല്ലേ ഗോൾഡ് കാണത്തുള്ളൂ. ഗോൾഡ് ഉണ്ടെങ്കിലല്ലേ ഫ്രിഡ്ജ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് ദെൻ വൺ മോർ, ഒരെണ്ണം കൂടെ വേണം ഇനി. സോ ഫീഡ്ബാക്ക് ആയി. അഗൈൻ നമുക്ക് ഓഫ് കോഴ്സ് ഗെറ്റിംഗ് എ ഗുഡ് ലൊക്കേഷൻ, ആയിട്ടുള്ള നല്ല ലൊക്കേഷൻ കിട്ടണം എന്നുള്ളത് ആവശ്യമാണ്. നമുക്കൊരു വിസിബിലിറ്റി ഒക്കെ വേണം. ആ ഒരു ബ്രാഞ്ച് തുടങ്ങിയ ഒരു ആൾക്കാർക്ക് എത്താനും accessibility and visibility. Right. Okay. So ഈ സർ തന്നെ പറഞ്ഞു, ഇപ്പൊ ന്യൂ ഇയർ പുതിയ വെർട്ടിക്കൽസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പേഴ്സണൽ ലോൺസും പിന്നെ ഹൗസിംഗ് ലോൺസും ഒക്കെ. അപ്പൊ ഈ അടുത്ത ഒരു 10 വർഷത്തിൽ ഇതിൽ ഏതായിരിക്കും കൂടുതൽ പ്രോഫിറ്റബിൾ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ ബിസിനസ്സിനും അതിൻ്റെതായ പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. പേഴ്സണൽ ലോൺ ഈൽഡ് കൂടുതലായിരിക്കും, നല്ല ഈൽഡ് ഉണ്ട്, പക്ഷെ അതിൻ്റെ ലോൺ ലോസ് കൂടുതലായിരിക്കും. റൈറ്റ്. ഹൗസിംഗ് ലോണ്, പേഴ്സണൽ ലോൺ ഒരു 3 ഇയർ ലോണാണ്, അല്ലെങ്കിൽ 2 ഇയർ ലോണാണ്. ഗോൾഡ് ലോൺ ഒരു 5 months ലോണാണ്. ഹൗസിംഗ് ലോണ് ഒരു 20 ഇയർ ലോണാണ്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു ഹൗസിംഗ് ലോൺ കൊടുത്താൽ ഒരു 20 yearsന് ആ ലോൺ പോകത്തില്ല. ഞങ്ങളൊരു ഗോൾഡ് ലോൺ കൊടുത്താൽ 4 months കഴിയുമ്പോൾ അത് പോകും. സോ ഞങ്ങൾ തമാശയായിട്ട് പറയും, ഗോൾഡ് ലോൺ കൊടുക്കുന്ന ഞങ്ങൾ കസ്റ്റമേഴ്സ് വീണ്ടും വന്നില്ല എങ്കിൽ 4 months കഴിയുമ്പം ഞങ്ങൾക്ക് ബിസിനസ് ഇല്ല, സീറോ ആവും. ബിക്കോസ് everybody walks out in 4 months' time. Correct. So we have to ensure that more and more people return and come back. So today, ഞങ്ങളുടെ ബ്രാഞ്ചിൽ ഒരു ദിവസം 1 lakh കസ്റ്റമേഴ്സ് ലോൺ എടുക്കാൻ വരും, 1 lakh കസ്റ്റമേഴ്സ് ലോൺ തിരിച്ചടയ്ക്കാൻ വരും. 1 lakh കസ്റ്റമേഴ്സ് ഈ ബ്രാഞ്ച് അതിപ്പോൾ കൂടുതലായിപ്പോൾ. അപ്പോൾ അത്ര ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നല്ല ചേൺ ഉണ്ട്. സോ ആ ചേൺ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ AUM എന്ന് പറയുന്നത് 1.3 അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞങ്ങൾ പിന്നെയും കൊടുത്തില്ലെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, 5 months കൊണ്ട് ഞങ്ങൾ സീറോ ആവും. കറക്റ്റ്. ഒരു ഹൗസിംഗ് ലോൺ കൊടുത്താൽ 20 വർഷം എടുക്കും അത് ക്ലോസ് ആകാൻ. ഞങ്ങളുടെ 5 months കൊണ്ട് ക്ലോസ് ആവും. വെരി ഷോർട്ട് ടേം, അൾട്രാ ഷോർട്ട് ടേം. Okay. So what is your take on the current trend of gold prices? Where do you think it's going? Of course, I am not the expert on that. Right. Neither is it impacting my business to that extent, because ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പ്രൈസ് താന്നാൽ ഐ വിൽ ഗിവ് ഇറ്റ് ഓൺലി, മൈ ലോൺസ് ആർ പ്രൈസ് അറ്റ് ദ ലോവർ റേറ്റ്സ്. ഇഫ് ഇച്ചൂടെ താന്നാൽ ഇന്നത്തെ റേറ്റ് വെച്ച് 75% എടുക്കത്തുള്ളൂ. സോ ബട്ട് ഗോൾഡ് പ്രൈസ് കണ്ടമാനം താന്നാൽ ഒരു ആൾക്കാരുടെ കപ്പാസിറ്റി കുറയും, എടുക്കാനുള്ള കപ്പാസിറ്റി കുറയും. ചിലപ്പോൾ ഞങ്ങൾക്ക് ലോൺ ലോസ് അല്ലെ ഒരു ഇൻട്രസ്റ്റ് ലോസ് വരാൻ സാധ്യതയുണ്ട്. ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഗോൾഡ് പ്രൈസ് സോ ദാറ്റ് ഈസ് ദ ഞങ്ങളുടെ ഇമ്പാക്റ്റ് ആണ്. ഓവറോൾ മൈ ഇംപ്രഷൻ അബൌട്ട് ഗോൾഡ് പ്രൈസ് ടുഡേ, നെക്സ്റ്റ് 2-3 years there is such a lot of international issues, countries തമ്മിലുള്ള ഇഷ്യൂസ്,
one country doesn't trust another country. Hmm. So all that will mean that people or countries or economies are more interested in investing in gold Hmm. than in some dollar or euro or something. Right. So countries will start accumulating gold. That is Right. one. Right. Public also will start accumulating gold because they are also losing faith in many other things. Right. Recently, I read that Chinese have also started, public has started investing in gold. So, to me, this good, not the gold price rise, but as a high price of gold will continue for maybe at least 2-3 years Right. because international disturbance is so high. Some war somewhere, something somewhere. Immediately, everybody will go back to gold. Understand. So I think the price will stay elevated Mm. for some more time. Right. Probably ഇങ്ങനെ കൂടുമോ എന്ന് എനിക്കറിയത്തില്ല, but it will stay elevated. I have no doubt about it. റൈറ്റ്. അപ്പൊ ഇനി ഗോൾഡ് ലോൺസ് പോലെ തന്നെ അതർ മെറ്റൽ ലോൺസ് വരും തോന്നുന്നുണ്ടോ? സേ ഫോർ എക്സാമ്പിൾ സിൽവർ, അതിന്റെയും പ്രൈസസ് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നല്ലേ? ശരിയാ. ഞങ്ങൾ നോക്കാറുണ്ടായിരിക്കും. ചിലപ്പോൾ ചോദിക്കും നിങ്ങൾ എന്താ സിൽവറിന് ഉപയോഗിക്കാത്തതെന്നൊക്കെ. അതും ഒരു മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം. ഞാൻ ഇത്രയും നാൾ നോക്കിയിട്ടില്ല ബിക്കോസ് ദിസ് itself is our cup is full with this. So probably after some time, a time may come when gold, silver also can become. Then അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട്. Right. What type of things, what type of articles, what type of ornaments, how you store. I mean, we have not thought about it Right. because today gold itself is good enough for us. അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു കോമൺ പേഴ്സൺസ് പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ മാർക്കറ്റിൽ നോക്കിയാൽ സിൽവർ അങ്ങനെ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസും കുറവാണ്. അപ്പോൾ ബട്ട് ദെൻ അഗൈൻ മൈ ഓൺലി ഇൻട്രസ്റ്റ് ബീങ് ദാറ്റ് ഈ ഗോൾഡ് പ്രൈസസ് പോലെ തന്നെ സിൽവർ പ്രൈസസും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് കൊണ്ട് വൈ നോട്ട്? അതൊരു കമോഡിറ്റി ആയിട്ടേ പോകത്തുള്ളൂ. ആസ് യു സെഡ്, ഓർണമെന്റ് ആയിട്ട് പോകത്തില്ല. ഓർണമെന്റ് ആയിട്ട് പോകത്തില്ല സിൽവർ, വളരെ കുറവായിരിക്കും ഓർണമെന്റ്. ബട്ട് ഗോൾഡ് ഓർണമെന്റ്സ് ആയിട്ട് ഒത്തിരി. Silver verum commodity. As a commodity, I think it is, sometimes I read that it is doing better than gold. Right. But the problem is, ornaments അല്ലാത്ത അത്രയും കാലം നമ്മൾ അല്ലാതെ ലോൺ കൊടുക്കുമ്പോൾ, I have not thought about it. It has its problems. Right. You have not thought about it. Maybe we will think about it later. Today, there is no need to think about it. Right. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഐ തിങ്ക് ദ സക്സസ് ഓഫ് മുത്തൂറ്റ് ഗ്രൂപ്പ് ആസ് എ കമ്പനി ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് യു ഹാവ് സച്ച് എ ബ്രില്യൻ്റ്ലി സ്ട്രക്ചേർഡ് ഓർഗനൈസേഷൻ with very good systems in place, and you have been the guiding light in putting those systems in place, and the next generation is taking it forward. But endugondum I see nothing but growth for this company, and I wish you nothing but growth, and I hope that you continue to put Kerala on the map, and you continue to put us, we're very proud to have a business leader like you. ഒരു മലയാളി എന്നുള്ള രീതിയിലും ഒരു യങ് ഇന്നത്തെ ജനറേഷനിൽ ഒരു സ്മോൾ ബിസിനസ് പേഴ്സൺ എന്നുള്ള രീതിയിലും ഐ എം വെരി പ്രൗഡ് ടു ഹാവ് മെറ്റ് യു. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.